ഐ എം രാധിക. ഞാനൊരു NGOയിൽ വർക്ക് ചെയ്യുന്നു. ആക്ച്വലി ടെസ്റ്റ് ഡ്രൈവിന് പോകുമ്പോൾ എനിക്കൊരെണ്ണം നോക്കുന്നു എന്നുള്ള ഇതിലാണ് പോയത്. വെയിറ്റും അത്ര തോന്നിയിട്ടില്ല, ഒരു ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പം ഡെഫിനറ്റ്ലി ഒരു ഹാപ്പി വിത്ത് ഏത്. നമ്മൾ ഈ റോഡിലൊക്കെ ആദ്യം ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് കാണുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു ഇവരെങ്ങനെ ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ച് നടക്കുന്നത്, അവർ ദേ ആർ മിസ്സിങ് ഔട്ട് എ ലോട്ട്, പെട്രോൾ വണ്ടി ഓടിക്കാതെ എന്നുള്ള ഒരു തോട്ട് എപ്പോഴും ഉണ്ടായിരുന്നു മനസ്സിൽ. പിന്നെ വൈഫ് ഒരു വണ്ടി എടുത്തതിന് ശേഷം അത് ഓടിച്ചപ്പോഴാണ് ആ ഉണ്ടായിരുന്ന ഇമേജ് കംപ്ലീറ്റ് മാറി. അത് ഷെയിംലെസ്ലി ഞാനത് അക്സെപ്റ്റ് ചെയ്യും. മുന്നേ വേറെ 2 വീലർ യൂസ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഇഫ് ഇറ്റ്സ് എ സ്ലോപ്പി അല്ലെങ്കിൽ ഒരു ഹില്ലി ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് റിവേഴ്സ് അത് എടുക്കാൻ ഭയങ്കര പാടുപെടുന്ന ആളായിരുന്നു. ചിലപ്പോൾ പലരുടെ ഹെൽപ്പ് എടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ റിവേഴ്സ് ഭയങ്കരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. അപ്പം വഴികളൊന്നും കറക്റ്റ് അറിയില്ലെന്ന് എപ്പോഴും എൻ്റെ ഹസ്ബൻഡും ഒക്കെ എപ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പം ഒരു ഫോൺ വെച്ച് മൗണ്ട് ചെയ്ത് അങ്ങനെ പോകുന്നേക്കാൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി, നാവിഗേഷൻ ഫീച്ചർ ഉള്ളതുകൊണ്ട്. ഇപ്പം നമുക്കിപ്പോൾ കോർണേഴ്സ് തിൻ വീൽസ് ഒക്കെ ആയതുകൊണ്ട് നല്ല ടാർമാക്കുള്ള സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് കോർണർ ചെയ്യാനുള്ളൊരു ആഗ്രഹം വരും. അപ്പോൾ നമ്മൾ കോർണർ ചെയ്യും, ബട്ട് ദ വെഹിക്കിൾ ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ്. ബൈക്കൊക്കെ യൂസ് ചെയ്യുന്ന ആളായിട്ട് പോലും ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പോകുമ്പോൾ ഞാനെന്നാൽ അതിൽ പോയിട്ട് വരാമെന്ന് പറയുക. പിന്നെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യാനാണെങ്കിലും വളരെ ഫ്രീക്വൻ്റ്ലി ഞാൻ കൊണ്ടുവിട്ടാൽ പോരെ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഒരു കുറച്ചധികം ഇഷ്ടമായി പോയോ എന്നുള്ള രീതിയിൽ. അധികം അങ്ങനെ വണ്ടി എനിക്ക് തരാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോഴാണ് നമ്മൾ ഓക്കെ ഒരു രണ്ടാമതൊരു വണ്ടി എടുത്താലേ എനിക്ക് ഓടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ കൂടുതൽ ഏതേഴ്സൊക്കെയാണ് റോഡിലെങ്കിൽ റോഡിൽ പോകുന്ന വിൽ ബി എ മോർ സ്മൂത്തർ ആൻഡ് കാമർ എക്സ്പീരിയൻസ്.